എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വോയിസ് ഓഫ് യൂറോപ്പിലേക്ക് സ്വാഗതം. ഈ അടുത്ത ഇടയ്ക്ക് കാലിഫോർണിയയിലെ സ്ക്രിപ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പോൾ ജെ കെന്നിയും അവിടുത്തെ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് പോൾ എം ജോൺസണും ഏതാണ്ട് 3 വർഷം നീണ്ട ഒരു പഠനം നടത്തുകയുണ്ടായി. മറ്റൊന്നുമല്ല, എലികളിൽ ജങ്ക് ഫുഡ് അഥവാ ഫാസ്റ്റ് ഫുഡ് കൊടുത്തുകൊണ്ടുള്ള ഒരു പരീക്ഷണം. റിസൾട്ട് വളരെ അവിശ്വസനീയമായിരുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും എലികളിൽ ഈ ഭക്ഷണത്തോടുള്ള ആർത്തി കൂടി വരികയും അവയുടെ തലച്ചോറിൽ കൊക്കെയിൻ അല്ലെങ്കിൽ മറ്റു ഡ്രഗ്സ് കഴിക്കുന്നത് പോലെയുള്ള മാറ്റം സംഭവിക്കുകയും ചെയ്തു. പിന്നീട് ഇവയ്ക്ക് സാധാരണ ഭക്ഷണം കൊടുത്തപ്പോൾ കഴിക്കാതെ പട്ടിണി കിടന്ന് ചാവുകയാണ് ഉണ്ടായത്. ഇത് തന്നെയാണ് നമ്മളിലും സംഭവിക്കുന്നത്. ബർഗറിനോടും ചിക്കൻ ആൻഡ് ചിപ്സിനോടും അല്ലെങ്കിൽ പിസ്സ പോലെയുള്ള ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിനോട് നമ്മൾക്ക് തോന്നുന്ന ആസക്തി. ഇറ്റ്സ് എ ക്രേവിംഗ് ഓഫ് അവർ ബോഡി ടു ഹൈ കാലറി ഫുഡ്. ഓരോ ദിവസവും നമ്മളെ അടിമകളാക്കി മാറ്റാൻ കഴിവുണ്ട് ഇവയ്ക്ക്. ഇതിലും തീവ്രമായ മറ്റൊന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡിൽ അധികവും ഫ്രൈഡ് ഫുഡാണ്, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ. ഇങ്ങനെയുള്ള ഫ്രൈഡ് ഫുഡ്സ് പലപ്പോഴും മാരക വിഷമാണെന്നുള്ളത് നമ്മളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഓരോ ദിവസവും നമ്മളെ കൊല്ലാൻ ശേഷിയുള്ള ഉഗ്രവിഷം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അന്താരാഷ്ട്ര ഭക്ഷണ ശൃംഖലകളുടെ ഇരകളാണ് നാം ഓരോരുത്തരും. നമ്മൾ കഴിക്കുന്ന ഫ്രൈഡ് ഫുഡുകൾ പലപ്പോഴും കൊടും വിഷം നിറഞ്ഞ ഒന്നായി മാറുന്നു എന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? കാരണം ഇവ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണ തന്നെ. പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ എണ്ണകൾക്കും സ്മോക്കിംഗ് പോയിന്റ് എന്ന ഒരു നിശ്ചിത ടെമ്പറേച്ചർ ലിമിറ്റ് ഉണ്ടായിരിക്കും. ഈ ടെമ്പറേച്ചർ ലിമിറ്റിന് മുകളിൽ ചൂട് കൂടുമ്പോൾ എണ്ണ സ്വയം ഗ്ലിസറോൾ ആയും ഫ്രീ ഫാറ്റി ആസിഡായും വിഘടിക്കുന്നു. ഇതിനെ തുടർന്ന് അതിലടങ്ങിയിരിക്കുന്ന ലിനോലിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത് മൂലം എണ്ണയിൽ നിന്ന് അതിമാരകമായ HNE എന്ന വിഷം പുറപ്പെടുവിക്കുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് മിനസോട്ടയിൽ നടത്തിയ പഠനത്തിൽ HNE എന്നത് ഒരു കൊടും വിഷമാണെന്നും ഇവയ്ക്ക് മനുഷ്യ ശരീരത്തിലേക്ക് അതിവേഗം അലിഞ്ഞു ചേരാൻ ഉള്ള കഴിവും ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഫ്രൈഡ് ഫുഡിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഈ വിഷാംശം ശരീരത്തിലെ പ്രോട്ടീൻസിനോടും DNA, RNA പോലുള്ള ന്യൂക്ലിക് ആസിഡുകളോടും ചേർന്ന് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. ശരീരത്തിലെ സെല്ലുകളിലേക്ക് ആഴ്ന്നിറങ്ങി സെൽ ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളവയാണ് HNE കോമ്പൗണ്ടുകൾ. ഇവ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന് ഉണ്ടാക്കുന്ന രോഗങ്ങൾ സ്ട്രോക്ക്, പാർക്കിൻസൺസ്, അൾസൈമേഴ്സ്, ആഥെറോസ്ക്ലിറോസിസ്, കരൾ സംബന്ധമായ രോഗങ്ങൾ, ഹൃദ്രോഗം എന്നിവയാണ്. One of the biggest challenges we are facing now is people eating in fast foods, right? I'm myself a chef, I cook a lot. But recent studies in America have shown that, especially deep fried, when the oil is reused, the oil tends to release a toxin called HNE. Right now, studies have proven that these toxins lead to cardiovascular diseases, heart diseases, stroke. It's quite difficult to avoid restaurants. Yes, you go, all right, you enjoy your food, whatever you eat, but all we say is that try and reduce your fried items. Try and not reuse the oil which is being used once, because this particular toxin which comes from oil comes only when it is reheated, all right? And I think all the big restaurants or restaurants that use a lot of fried food, please look into the factor that we do not reuse oil so that we do not create an pandemic or epidemic of diseases around our customers. What we are trying to advise you is that try avoiding
eating fried foods in restaurants which use oil again and again. We are not saying that don't eat fried foods. How can we do this? Probably if you're cooking at home, it's the best way, all right? In that case, just get the right method. See, for example, if you're frying a breaded chicken or a vada or something, simple snack, get the oil to the right temperature. They say 160 to 170 is the right temperature. There are a lot of restaurants out there which are for financial reasons and for operational reasons. They're going away from the standards, and they tend to reuse this oil for over a period of time, say 5 days, 6 days, which is absolutely disastrous. We can't really pinpoint, but this practice is going on, and this must stop. For general health and also for the taste and quality of the food, if they do it like use the oil for the particular day or the particular shift or few hours, it'll be fantastic. And it serves healthy food and also tasty food. UK-യിലും US-ലും എന്നില്ലാതെ ലോകം മുഴുവൻ പരന്നു പിടിക്കുകയാണ് ഈ വലിയ ഫാസ്റ്റ് ഫുഡ് കമ്പനികൾ. പക്ഷേ ആരോഗ്യമെന്ന പേരിൽ അറിഞ്ഞുകൊണ്ട് തന്നെ വിഷവിൽപ്പനയാണ് നടക്കുന്നത്. സ്വാദിൽ ആകൃഷ്ടരാകുന്ന ഉപഭോക്താക്കൾ ഇവ ഒരിക്കലും തിരിച്ചറിയുന്നതുമില്ല. ഒരു റെസ്റ്റോറന്റിൽ ശരാശരി സ്മോക്കിംഗ് പോയിന്റിൽ എണ്ണ ചൂടാക്കാവുന്ന സമയം ഏതാണ്ട് 5 മുതൽ 6 മണിക്കൂർ വരെ മാത്രമാണ്. ഇതിനായി പ്രത്യേകമായ ഡീപ് ഫ്രൈയിങ് മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച എണ്ണ ഉടൻ തന്നെ മാറ്റി ശുചിയാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ചെറുകിട റെസ്റ്റോറന്റുകൾ മുതൽ വൻകിട ഫുഡ് ചെയിൻ കമ്പനികൾ വരെ ഏതാണ്ട് ഒരു ആഴ്ചയോളം ഉപയോഗിച്ച എണ്ണ മാറ്റാതെ തന്നെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ എണ്ണ കുറയുന്ന അളവിൽ പഴയതിലേക്ക് പുതിയ എണ്ണ കലർത്തുകയോ ചെയ്യുന്നു. All the cleaning work, all throughout the restaurant is done on Sundays. That's when they're closing. That's, I think, after 9, half 9. Yeah, that's when everything starts. Obviously, stocking up is necessary. So when you need to stock up with better, like if you need more oil for frying, then you have to put in more oil. But when it comes to cleaning the oil or coming with the, putting in a new batch of fresh, necessities, it happens every week. It's on a weekly basis. It doesn't happen every day, but it happens every week. I don't eat the French fries or anything. I even though I work, I barely eat the food because the oil that's kept over there, by the end of the day, it becomes char black. Maybe it's the color of the oil, but by the end of the day, it's char black, and you can actually see bits and pieces floating on the oil, and that kind of puts me off when it comes to me eating that food. But I think it's because the constant heating, reheating of whatever the oils are while they keep. To be honest, I feel that reusing oil, because even if we cook at home, I don't use the oil again and again. So seeing the fact that they actually reuse the oil continuously on a regular basis, I kind of feel that it's not quite healthy, especially when it comes to eating outside. That's why I don't prefer eating food from, especially fries or hash brown or things like that from. So I stick out sometimes in the morning so that cooking can start a little faster. They do end up increasing the temperature a little bit so that the oil heats up faster, or reducing it, whatever suits them best. But I've seen that happen quite a few times. In the mornings they tend to turn the heat up so that the oil boils a little faster, heats a little faster, so then they can start cooking faster. Whenever anything new comes from the head office, most of the staff members are informed about it. Is not a small organization. It's a huge organization spread all across the world. So most of the products they use are all generally standardized, same, and it's given to almost all the branches. But it's so that way it's quite safe, because when it comes to products, everything is safe. When it comes to approximately in a day, they use the same oil all throughout the day, and only probably the next day, and then they close everything by night, and so the next day it's the same oil which is used. And in case if the oil level is a little low, they do top up or they do stock up the oils. But
usually by the end of the week, they change the whole oil. They pour it all out. They clean the machines. All of that is done on a weekly basis. That's on Sundays. സാച്ചുറേറ്റഡ് ഓയിൽ ഒരിക്കലും മനുഷ്യ ശരീരത്തിന് അപകടകാരികളാകുന്നില്ല. മറിച്ച് അവ ശരീരത്തിന് ആവശ്യമായവ മാത്രം നൽകുന്നു. സാച്ചുറേറ്റഡ് ഓയിലിന് ഒരു ഉദാഹരണമാണ് എന്നും നമുക്ക് നൈസർഗികമായി കിട്ടിയിരുന്ന വെളിച്ചെണ്ണ. വലിയ എണ്ണ കമ്പനികളുടെ ആവശ്യമായിരുന്നു വെളിച്ചെണ്ണ ഹൃദ്രോഗത്തിനും കൊളസ്ട്രോളിനും ഒക്കെ കാരണമാകുന്നു എന്നു വരുത്തി തീർക്കേണ്ടിയിരുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മളിൽ പരസ്യങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് വെജിറ്റബിൾ ഓയിൽ എന്ന വിഷഹേതു. മസ്റ്റാർഡ് ഓയിൽ, പീനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, സോഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ, സൺഫ്ലവർ ഓയിൽ മുതലായ വെജിറ്റബിൾ ഓയിലുകൾ അറിയാതെ തന്നെ നമ്മളെ ചതിക്കുഴിയിൽ ചാടിക്കുന്നു. ഇത്തരത്തിലുള്ള എണ്ണകളുടെ ഫലമാണ് അമിതവണ്ണവും മറ്റു രോഗങ്ങളും. മറിച്ച് വെളിച്ചെണ്ണ ഒരിക്കലും ശരീരവണ്ണം കൂട്ടുന്നില്ല, ശരീരത്തിന് ദോഷകരമായി പ്രവർത്തിക്കുന്നുമില്ല. വായു, വെളിച്ചം, ചൂട് എന്നിവയോട് വെജിറ്റബിൾ ഓയിൽ ബന്ധപ്പെടുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുകയും ഹാനികരമായി മാറുകയും ചെയ്യുന്നു. ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ എണ്ണയുടെ ആയുസ് പോളി അൺസാച്ചുറേറ്റഡ് ഓയിലുകളെ സംബന്ധിച്ച് വളരെ കുറവാണെന്നതും മറ്റൊരു സത്യം. ഈ അടുത്തിടയ്ക്കുള്ള പഠനം സൂചിപ്പിക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസിൽ HNE കോമ്പൗണ്ടുകളുടെ തോത് വളരെ കൂടുതൽ ആണെന്നാണ്. ഇതേ അളവിൽ തന്നെ നാടൻ പരിപ്പുവടയിലും കണ്ടേക്കാം. ആഗോളതലത്തിൽ കുക്കിംഗ് ഇൻഡസ്ട്രികൾക്കായി മാത്രം ഏത് എണ്ണ ഉപയോഗിക്കണമെന്നോ എങ്ങനെ ഉപയോഗിക്കണമെന്നോ ഒരു മാനദണ്ഡവും ഇതുവരെയില്ല. വീടുകളിലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഉപയോഗിച്ച എണ്ണ അശുദ്ധമെങ്കിൽ ഒഴിവാക്കുക. കഴിവതും വെളിച്ചെണ്ണയിലുള്ള പാചകമാവും നല്ലത്. നമുക്ക് പൈതൃകപരമായി ലഭിച്ച ആഹാര രീതികൾ എത്രത്തോളം അമൂല്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അറിയുമ്പോഴാണ്. നല്ല നാടൻ കുത്തിരിച്ചോറും പച്ചക്കറികളും നമ്മുടെ ശരീരത്തിന് യാതൊരു കേടും വരുത്തുകയില്ല. അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ച് ലാഭിക്കുന്ന സമയം പിന്നീട് രോഗമായി തന്നെ തിരിച്ചു വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. See you after a short break. From generations to generations, a culture of savings. Calicut City Service Cooperative Bank, Common Man's High-Tech Bank. തലശ്ശേരിയിൽ വൻ നിധിശേഖരം. കല്ലറയ്ക്കൽ മഹാറാണി ജുവലേഴ്സ്, ADK നായർ റോഡ്, തലശ്ശേരി. അറിഞ്ഞു നൽകും അന്തസ്സോടെ. വനിതാ ഫാഷൻ ജ്വല്ലറി, കൊട്ടിയം, കണ്ണനല്ലൂർ. നിങ്ങൾക്കും ഒരു മഹാറാണിയാവണ്ടേ? കല്ലറയ്ക്കൽ മഹാറാണി ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇനി തലശ്ശേരിയിലും. കല്ലറയ്ക്കൽ മഹാറാണി ജുവലേഴ്സ്, ADK നായർ റോഡ്, തലശ്ശേരി. മൊബൈൽ ഫോൺ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്നല്ല, ഇഷ്ടപ്പെട്ടത് തന്നെ തിരഞ്ഞെടുക്കണം. അത് മനസ്സിനിണങ്ങിയത് ആവണം. മനസ്സിന് ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ തിരഞ്ഞെടുക്കുവാൻ 400-ൽ പരം മൊബൈൽ ഫോണുകളുടെ വൻ ശേഖരവുമായി കേരളത്തിലെ ഏറ്റവും വലിയ മൾട്ടി ബ്രാൻഡഡ് മൊബൈൽ ഫോൺ ഷോറൂമായ നിങ്ങളുടെ സ്വന്തം 3G മൊബൈൽ വേൾഡ് ഉടൻ സന്ദർശിക്കൂ. ഏറ്റവും പുതിയ മോഡൽ, ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഓരോ പർച്ചേസിനുമൊപ്പം നിങ്ങൾക്ക് നൽകുന്ന അത്യുഗ്രൻ സമ്മാനങ്ങൾ. വിവിധ തരം ക്യാമറകളുടെ ആകർഷകമായ ഷോറൂം. 3G മൊബൈൽ വേൾഡ് ആൻഡ് 3G ക്യാം വേൾഡ്,
കാലിക്കറ്റ്, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, മാനന്തവാടി. കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇനി നമ്മുടെ സ്വന്തം തലശ്ശേരിയിൽ. കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ADK നായർ റോഡ്, തലശ്ശേരി. From generations to generations, a culture of savings. Calicut City Service Cooperative Bank, Common Man's High-Tech Bank. വെൽക്കം ബാക്ക്. ഏതാണ്ട് 3000 BC ഈജിപ്ഷ്യൻസ് ആണ് ആദ്യത്തെ പേന ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലൂടെ നോക്കുമ്പോൾ ഏതാണ്ട് 500 BC രാമായണവും മഹാഭാരതവും ഒക്കെ രചിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷികളുടെ തൂവലും മുളകളും ഉപയോഗിച്ചാണ് ഇവ എഴുതപ്പെട്ടത്. പറഞ്ഞു വരാൻ കാരണം 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ലോകത്തിലേക്ക് ആവശ്യമായിരുന്ന 3/4% പേനകളും ബർമിംഗ്ഹാമിൽ നിന്നായിരുന്നു. ബർമിംഗ്ഹാം UK രണ്ടാമത്തെ വലിയ സിറ്റിയാണ്. ഓൾമോസ്റ്റ് എവറിത്തിങ് റിട്ടൺ ഇൻ ദ വേൾഡ് വാസ് വിത്ത് എ ബർമിംഗ്ഹാം മെയ്ഡ് പെൻ. ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 100 കണക്കിന് പേന കമ്പനികളാണ് ബർമിംഗ്ഹാമിൽ വളർന്നു വന്നത്. പേന വ്യവസായത്തിൻ്റെ ചൂട് പിടിച്ച് അന്ന് ബർമിംഗ്ഹാം പെൻ ട്രേഡിൻ്റെ കേന്ദ്രമായി മാറുകയുണ്ടായി. ലോകത്തിലെ മിക്കവാറും എല്ലായിടത്തേക്കും ബർമിംഗ്ഹാം പേനകളുടെ ഒഴുക്ക് അതിതീവ്രമായിരുന്നു. ബർമിംഗ്ഹാം UK രണ്ടാമത്തെ വലിയ നഗരം. ഒട്ടേറെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ബർമിംഗ്ഹാം പട്ടണത്തിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ കാലം തന്നെ മറന്നുപോയ ഒരു അധ്യായം. അതാണ് പേനകളുടെ ചരിത്രം. 19ാം നൂറ്റാണ്ടിൽ ലോകത്തിലേക്ക് ആവശ്യമായ 3/4% പേനകളും ബർമിംഗ്ഹാമിൽ നിന്നായിരുന്നു. പേനാ വ്യവസായത്തിന്റെ ചൂട് പിടിച്ചതോടെ ബർമിംഗ്ഹാം നഗരം ഈ വ്യവസായത്തിന്റെ നെടും തൂണായി നിന്നു. ബർമിംഗ്ഹാമിലെ ജുവലറി ക്വാർട്ടർ എന്ന സ്ഥലം ആ കാലത്ത് പേന കമ്പനികൾ കൊണ്ട് നിറയുകയുണ്ടായി. ഇവിടുത്തെ ജനങ്ങളുടെ കഴിവും അധ്വാന തൽപരതയുമാണ് ഈ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. സ്ത്രീകളും പെൺകുട്ടികളുമായിരുന്നു അധികവും പേന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1870കളിൽ പേന വ്യവസായം അതിതീവ്രമാവുകയും 1 മിനിറ്റിൽ ഏതാണ്ട് 120 മുതൽ 160 പേന നിബുകൾ വരെ ഒരു പെൺകുട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ജോലിക്കാരിയുടെ കൈകൾ പേനയുണ്ടാക്കുമ്പോൾ 16 അല്ലെങ്കിൽ 17 മൈൽ ദൂരം സഞ്ചരിക്കേണ്ടിയിരുന്നു. വളരെ കഠിനമായ ഫാക്ടറി നിർദ്ദേശങ്ങൾ ഈ സ്ത്രീകൾ പാലിച്ചിരുന്നു. ഫാക്ടറി മണി മുഴങ്ങുമ്പോൾ കൃത്യമായി ഫാക്ടറിക്കുള്ളിൽ പ്രവേശിച്ച് നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ അവരവർ ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് നിർവഹിക്കണം. ജോലിസ്ഥലവും പരിസരവും സ്വന്തം വസ്ത്രവും വൃത്തിയായി സൂക്ഷിക്കണം. സംസാരിക്കാൻ പാടില്ല തുടങ്ങിയ ഫാക്ടറി നിർദ്ദേശങ്ങൾ എല്ലാ സ്ത്രീകളും പാലിക്കേണ്ടിയിരുന്നു. അല്ലാത്ത പക്ഷം ഫാക്ടറി നിർദ്ദേശിക്കുന്ന പിഴ ഇവരിൽ നിന്ന് ഈടാക്കിയിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ പേനകളുടെ നിർമ്മാണത്തിൽ അതീവ ശ്രദ്ധ പാലിച്ചിരുന്നു. തെറ്റുകൾ സംഭവിക്കുക വളരെ ചുരുക്കം മാത്രം. 14 തരം വിവിധ പ്രക്രിയയിലൂടെയാണ് തൂലികാ നിർമ്മാണം. ശ്രമകരമായ ഈ പ്രക്രിയകൾക്കു ശേഷം വളരെ കൃത്യതയുള്ള പേനകൾ രൂപപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ മിക്കവാറും എല്ലാ പേന വ്യവസായവും നടന്നത് ഹോളണ്ടിലൂടെയായിരുന്നു. കയറ്റുമതി അധികവും ആംസ്റ്റർഡാമിലെയും റോത്തർഡാമിലെയും ചെറുകിട കമ്പനികളിലൂടെ ആയിരുന്നു. ബ്രിട്ടീഷ് പേനകൾക്ക് ഇന്ത്യയിൽ വലിയ മാർക്കറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആവശ്യമുണ്ടായിരുന്ന പേനകൾ റെഡിംഗ് പെൻ, വെവർലി ടൈപ്പ് പെൻ, ഹിന്ദു പെൻ, യെല്ലോ മെറ്റൽ പേനകൾ തുടങ്ങിയവ ആയിരുന്നു. ഇന്ത്യയിൽ ആവശ്യം അധികമായിരുന്നതിനാൽ ഒരു ഇടനിലക്കാരനെ വെച്ച് പേനകൾ ഇറക്കുമതി ചെയ്തു പോന്നിരുന്നു. ഇതുതന്നെ മറ്റു രാജ്യങ്ങളിലും സംഭവിച്ചു. കോടിക്കണക്കിന് പേനകളാണ് ബർമിംഗ്ഹാമിലൂടെ ഒഴുകി മറിഞ്ഞത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഈ ഫാക്ടറികൾ
പേന നിർമ്മാണത്തിൽ മാത്രമായിരുന്നില്ല ശ്രദ്ധ പതിപ്പിച്ചത്. വെടിയുണ്ടകൾക്കാവശ്യമായ സാധനങ്ങളും ഇവർ നിർമ്മിച്ചു പോന്നു. 1950 പേന വ്യവസായം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഫൗണ്ടൻ പേനകളുടെയും ബോൾ പോയിന്റ് പേനകളുടെയും കണ്ടുപിടുത്തം ബർമിംഗ്ഹാം പേന വ്യവസായത്തെ അതിന്റെ അന്ത്യത്തിൽ എത്തിച്ചു. ബോൾ പോയിന്റ് പേനകൾ സൃഷ്ടിച്ച കോളിളക്കം ബർമിംഗ്ഹാം പേന കച്ചവടത്തെ പൂർണ്ണമായും നിലം പതിപ്പിച്ചു. 100 കമ്പനികളിൽ നിന്ന് പെട്ടെന്ന് തന്നെ 12 കമ്പനികളായി പേന വ്യവസായം ഒതുങ്ങി. അങ്ങനെ വലിയൊരു വ്യവസായത്തിന്റെ കഥ ബർമിംഗ്ഹാമിൽ ഉറങ്ങിക്കിടക്കുന്നു. ഇന്ന് പേന കമ്പനികൾ ഒന്നും തന്നെ ഇവിടെ അവശേഷിക്കുന്നില്ല. ആരും മറന്നുപോയേക്കാവുന്ന ഒരു ചരിത്ര അധ്യായം മാഞ്ഞു പോകാതിരിക്കത്തക്കവണ്ണം ഏപ്രിൽ 2001 ദ പെൻ റൂം എന്ന മ്യൂസിയം ബർമിംഗ്ഹാമിൽ തുറക്കപ്പെട്ടു. ഒരു ചാരിറ്റി പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അത് പ്രവർത്തിച്ചു വരുന്നത്. The Pen Museum in Birmingham was set up to promote the pen trade, and Birmingham was the world centre. We're in is a large pen factory. The building across the road is a large pen factory of Joseph Gillett, who was a man who made his millions in the pen trade and had big art collections, and obviously lived just off the Hagley Road in Birmingham. Down the road you have Baker and Finnemore, another big pen factory. In the next road was Leg Lane. So that, in point of fact, there was nobody else in the world producing the steel pens, so that most of the pens made in the world, used in the world in the 19th century, were made in Birmingham. And they were massive, massive quantities, and they were exported all over the world. The empire was massive. Russia took our pens. South America, there's great stories about them needing to be taken on mules up into the Andes, and the packages being too large and having to come back and be repackaged to go there. But there's hardly a place in the world that didn't have Birmingham pens. Eventually, most of the exports that went through were from the Birmingham factories. And there were, during the 19th century, 100 or more, actually, 128 factories making pen nibs. But through amalgamation and through going out of business, etc., then by the end of the century there were 12. And it was those 12 main ones that kept going for many years. But of course, when the ballpoint came out in the 60s, then what you've got left probably 2 main firms still operating. They're Birmingham companies. There were Leonards, who are out at Highley in Shropshire now, but we're just down the road over the canal. There's British Pens, which is an amalgamation of a lot of the other companies, Hinks Wells, and, well, eventually Perry, Gillett, William Mitchell, John Mitchell. They all became part of this great big was a conglomerate of British pens. ഈ മ്യൂസിയം ഇന്ന് പേനകളുടെ ചരിത്രം ലോകത്തിന് തുറന്നു കൊടുക്കുന്നു. ഇവിടെ വരുന്നവർക്ക് സ്വന്തമായി പേന നിർമ്മിക്കുവാനും അവ ഉപയോഗിക്കുവാനും പഠിക്കാം. വിവിധയിനം പേനകൾ, വിവിധതരം നിബുകൾ, പേന നിർമ്മാണത്തിന് ആവശ്യമായ യന്ത്രങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കത്തക്ക വിധമാണ് സജ്ജീകരണം. പഴയൊരു പേന ഫാക്ടറി തന്നെയാണ് ഇന്നത്തെ പെൻ റൂം. ആദ്യകാല തൂവൽ പേനകൾ മുതൽ ഏറ്റവും വിരളമായ വിവിധ പേനകൾ വരെ ഇവിടെ സൂക്ഷിക്കപ്പെടുന്നു. ആരും ശ്രദ്ധിക്കാനില്ലാതെ, ഒരുപക്ഷെ ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധ പോലും ലഭിക്കാതെയാണ് ഈ മ്യൂസിയം ഇന്ന് നിലകൊള്ളുന്നത്. 3-4 പഴയ പേന പ്രേമികളാണ് ഈ മ്യൂസിയം ഇന്ന് നോക്കി നടത്തുന്നത്. സന്ദർശകരിൽ നിന്നുമുള്ള സംഭാവനയാണ് ഇന്ന് ഈ മ്യൂസിയത്തിന്റെ ആകെ വരുമാനം. ഒരിക്കൽ മ്യൂസിയം സന്ദർശിച്ചിറങ്ങുന്നവർക്ക് പേനകളുടെ അവർണ്ണനീയമായ ചരിത്രം മനസ്സിന്റെ ഒരു കോണിൽ കോറിയിടാം. ഒരു കാലത്ത് ലോക ജനതയ്ക്ക് വിജ്ഞാനത്തിനും വിദ്യാഭ്യാസത്തിനും കൈത്താങ്ങ് നൽകിയ ഒരു വ്യവസായത്തിന്റെ
മധുരിക്കുന്ന ഓർമ്മകളുമായി നിലകൊള്ളട്ടെ. ദ പെൻ റൂം. ലാസ്ലോ ബൈറോ എന്ന ഹംഗേറിയൻ ന്യൂസ് പേപ്പർ എഡിറ്റർ ഒരിക്കൽ തന്റെ ഫൗണ്ടൻ പേനയിൽ മഷി അരച്ച് മടുക്കുകയുണ്ടായി. അതേ തുടർന്ന് അദ്ദേഹം തന്റെ സഹോദരനുമായി നടത്തിയ ഒരു പരീക്ഷണത്തിന്റെ വിജയമാണ് ബൈറോ പേനകൾ. പിന്നീട് റെയ്നോൾഡ്സ് കമ്പനി ഇവയ്ക്ക് പുതിയ രൂപഭാവം നൽകിയപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബോൾ പോയിന്റ് പേനകളായി മാറി. ഇത് പേനകളുടെ ഒരു ചെറിയ ഹിസ്റ്ററി. വീണ്ടും ഒട്ടേറെ പുതുമകളുമായി വോയിസ് ഓഫ് യൂറോപ്പിലൂടെ ഞാൻ നിങ്ങളിലേക്ക് വരും. കാത്തിരിക്കുക. നമസ്കാരം. From generations to generations, a culture of savings. Calicut City Service Cooperative Bank, Common Man's High-Tech Bank. തലശ്ശേരിയിൽ വൻ നിധിശേഖരം. കല്ലറയ്ക്കൽ മഹാറാണി ജുവലേഴ്സ്, ADK നായർ റോഡ്, തലശ്ശേരി. അറിഞ്ഞു നൽകും അന്തസ്സോടെ. വനിതാ ഫാഷൻ ജ്വല്ലറി, കൊട്ടിയം, കണ്ണനല്ലൂർ. നിങ്ങൾക്കും ഒരു മഹാറാണിയാവണ്ടേ? കല്ലറയ്ക്കൽ മഹാറാണി ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇനി തലശ്ശേരിയിലും. കല്ലറയ്ക്കൽ മഹാറാണി ജുവലേഴ്സ്, ADK നായർ റോഡ്, തലശ്ശേരി. മൊബൈൽ ഫോൺ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്നല്ല, ഇഷ്ടപ്പെട്ടത് തന്നെ തിരഞ്ഞെടുക്കണം. അത് മനസ്സിനിണങ്ങിയത് ആവണം. മനസ്സിന് ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ തിരഞ്ഞെടുക്കുവാൻ 400-ൽ പരം മൊബൈൽ ഫോണുകളുടെ വൻ ശേഖരവുമായി കേരളത്തിലെ ഏറ്റവും വലിയ മൾട്ടി ബ്രാൻഡഡ് മൊബൈൽ ഫോൺ ഷോറൂമായ നിങ്ങളുടെ സ്വന്തം 3G മൊബൈൽ വേൾഡ് ഉടൻ സന്ദർശിക്കൂ. ഏറ്റവും പുതിയ മോഡൽ, ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഓരോ പർച്ചേസിനുമൊപ്പം നിങ്ങൾക്ക് നൽകുന്ന അത്യുഗ്രൻ സമ്മാനങ്ങൾ. വിവിധ തരം ക്യാമറകളുടെ ആകർഷകമായ ഷോറൂം. 3G മൊബൈൽ വേൾഡ് ആൻഡ് 3G ക്യാം വേൾഡ്. കാലിക്കറ്റ്, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, മാനന്തവാടി. കല്ലറയ്ക്കൽ മഹാറാണി ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇനി നമ്മുടെ സ്വന്തം തലശ്ശേരിയിൽ. കല്ലറയ്ക്കൽ മഹാറാണി ജുവലേഴ്സ്, ADK നായർ റോഡ്, തലശ്ശേരി. From generations to generations, a culture of savings. Calicut City Service Cooperative Bank, Common Man's High-Tech Bank. നിങ്ങൾക്കും ഒരു മഹാറാണിയാവണ്ടേ? കല്ലറയ്ക്കൽ മഹാറാണി ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇനി തലശ്ശേരിയിലും. കല്ലറയ്ക്കൽ മഹാറാണി ജുവലേഴ്സ്, ADK നായർ റോഡ്, തലശ്ശേരി.